ഉം. ജയ ശ്രീ രാധേ രാധേ. രാധേ കൃഷ്ണ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? എല്ലാവരും രാധേ രാധേ നാമം ജപിക്കാറില്ലേ? ഭഗവാന്റെ നാമം ജപിക്കാറില്ലേ? അതറിയാലോ അല്ലേ? ജപമാലയാണ്. ജപമാലയുടെ സഞ്ചി. എങ്ങനെയാണ് ഭഗവാന്റെ നാമം ജപിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയുന്നത് തന്നെയല്ലേ? നാമം ജപിക്കുക എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ, എങ്ങനെ ജപിക്കുക എന്നുള്ളത്. ഇതാണ് ജപമാല അല്ലേ? ഇതാണ് ജപമാല. ഇത് കൃഷ്ണനാണെന്നാണ് സങ്കല്പം. ഇത് കൃഷ്ണനാണ്. ഇതെല്ലാം 108 ഗോപികമാരാണ് കേട്ടോ. ഭഗവാന്റെ 108 ഗോപികമാരാണ്. നമ്മൾ ഇവിടെ ഈ നടുക്കത്തെ മണി പിടിച്ചിട്ടാണ് നമ്മൾ ആദ്യം ജപിക്കുക. ആ ഒരു മന്ത്രം ഉണ്ടെന്നാണ്. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രദ്വൈത ഗദധര ശിവാസാദി ഗൗരവത്ത വൃന്ദ. ആ 3 പ്രാവശ്യം ചൊല്ലിയിട്ട് ഇവിടുന്ന് ഇങ്ങനെ ഹരേ കൃഷ്ണ നാമം ജപിക്കും. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങണ്ടാണ് കേട്ടോ. ഇങ്ങണ്ടാണ് താഴ്ത്തേക്ക് ഞാൻ ജപിച്ച് പോകും. ഹരേ കൃഷ്ണ ജപിക്കുന്നവർക്ക് അങ്ങനെ ജപിക്കാം. അതല്ലാണ്ട് രാധേ കൃഷ്ണ യുഗളമന്ത്രം ഉണ്ടല്ലോ, നമ്മൾ സുസ്ഥികയിലെ ഭാരതി ചേച്ചി പറയാറില്ലേ ഒരു യുഗളമന്ത്രം. രാധേ കൃഷ്ണ 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 രാധേ രാധേ, രാധേശ്യാം ശ്യാം ശ്യാം രാധേ രാധേ. അതും ജപിക്കാം. അങ്ങനെ രാധേ കൃഷ്ണ 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 രാധേ രാധേ, രാധേശ്യാം ശ്യാം ശ്യാം രാധേ രാധേ, രാധേ കൃഷ്ണ 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 രാധേ രാധേ, രാധേശ്യാം ശ്യാം ശ്യാം രാധേ രാധേ. അങ്ങനെ ജപിക്കാം. ഇതെല്ലാം ജപിച്ച് കഴിഞ്ഞിട്ട് രാധയുടെ നാമം ജപിക്കുക. ഇതിൽ തന്നെ ജപിക്കുക കേട്ടോ. രാധേ 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 ഇങ്ങനെ ജപിച്ചിട്ട് പോവാം. അപ്പോൾ ഭഗവാന്റെ നാമം എത്രയാണോ നിങ്ങൾ ജപിക്കാറ്, ചിലപ്പോൾ 5 പ്രാവശ്യമാവും, ചിലപ്പോൾ 10 പ്രാവശ്യമാവാം. അപ്പോൾ അതൊക്കെ ജപിച്ച് കഴിഞ്ഞാൽ രാധാറാണിക്ക് ഒരു നാമം ജപിക്കുക. ഒരു 2 മാലയോ 1 മാലയോ 2 മാലയോ 3 മാലയോ അങ്ങനെ രാധേ 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 പറഞ്ഞിട്ട് ജപിക്കുക. ഇതിൽ തന്നെ ജപിക്കുക കേട്ടോ. ഈ സഞ്ചിയിലാണ് കേട്ടോ ജപിക്കേണ്ടത്. അത് കാണിച്ചു തരാൻ വേണ്ടി ഞാൻ പുറത്തേക്ക് എടുത്തതാണ്. ഇങ്ങനെയാണ് ജപിക്കേണ്ടത്. ഇവിടെ കണ്ട് സഞ്ചിയുടെ വലിയൊരു ഓട്ട ഉണ്ടാവും. അപ്പോൾ അതിൽ കൈ വെച്ചിട്ട് ഇതിങ്ങനെ പിടിക്കുക, ഭഗവാന്റെ ഇവിടെ പിടിക്കുക. ഈ കുഞ്ഞൊരു ഇത് കണ്ടോ, ഇതിനുള്ളിൽ ചൂണ്ടുവിരൽ ഇതിനുള്ളിൽ ഇടണം. എന്നിട്ട് ഇതിനുള്ളിൽ ഇരുന്നിട്ട് ഇങ്ങനെ ജപിക്കുക. ഭഗവാന്റെ നാമം രാധയുടെ നാമം ഇങ്ങനെ ജപിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും നാമം ജപിക്കുക, കൃഷ്ണൻ്റെ നാമം ജപിക്കുക, രാധയുടെ നാമം ജപിക്കുക. രാധാകൃഷ്ണന്മാർ നിങ്ങളുടെ ജീവിതത്തിൽ നിറയട്ടെ. രാധയിലൂടെ മാത്രമേ കൃഷ്ണനിക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവരും രാധയുടെ നാമം ജപിക്കുക. രാധേ രാധേ എന്ന് ജപിച്ചുകൊണ്ടിരിക്കുക. വീട്ടിൽ പണികളൊക്കെ ചെയ്യുമ്പോൾ പുറത്തൊക്കെ പോകുമ്പോൾ മനസ്സിലിങ്ങനെ രാധേ 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 എന്ന് ജപിക്കുക. ഭഗവാന്റെ മുന്നിലൊക്കെ രാധേ 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 കൃഷ്ണ എന്ന് പറയുക. രാധേ രാധേ എന്ന് പറയുമ്പോൾ ഭഗവാന് ഭയങ്കര ഇഷ്ടമാണ്. ഭഗവാന് ഒരുപാട് ഇഷ്ടമാണ്. രാധേ നാമം എവിടെ ഉച്ചരിക്കുന്ന അവിടെ ഭഗവാൻ ഉണ്ടാവും. ആ ഹൃദയത്തിൽ ഭഗവാൻ നിറയും. രാധാകൃഷ്ണന്മാർ എല്ലാവരുടെ ജീവിതത്തിൽ നിറയട്ടെ.